Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കോമൺ റൂട്ട് വേർഡ്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? Good morning, ma'am. അല്ലേ കോമൺ റൂട്ട് വേർഡ്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? Yes, ma'am. ഓക്കെ, അതില് നമ്മൾ എത്ര എണ്ണം എടുത്തു? 10 എണ്ണം എടുത്തില്ലായിരുന്നോ? അവിടെ വരെയാണോ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? 10 എണ്ണം വരെ എടുത്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 11th വൺ ആണ് ബ്രോങ്ക്. ബ്രോങ്ക് എന്ന് പറയുന്ന വേർഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വേർഡ്സ് ഫെമിലിയർ ആണോ? ബ്രോങ്കിന്റെ മീനിങ് വിൻഡ് പൈപ്പ് എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ട്രക്കിയ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പിനെയാണ് ബ്രോങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ ലങ്സിന്റെ ഭാഗമാണ് അല്ലെ, എയർവേയുടെ ഭാഗമായിട്ടുള്ള ട്രക്കിയയിൽ നിന്നും നമ്മുടെ പല ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻ എയർവേയുടെ പല ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇപ്പൊ ബ്രോങ്കസ് അല്ലെങ്കിൽ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന വേർഡൊക്കെ ഈ ബ്രോങ്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അല്ലെ? ഇപ്പൊ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ എന്താണ്? എന്താ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ? ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ? ബ്രോങ്കിയുണ്ട്, അങ്ങനെ പല ടേംസും നമ്മൾ ആ ഒരു ലങ്സുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒത്തിരി ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രധാന ഒറിജിൻ എന്ന് പറയുന്നത് ഈ ബ്രോങ്ക് എന്ന് പറയുന്ന ആ ഒരു റൂട്ട് വേർഡിൽ നിന്നുമാണ്. അപ്പൊ ഇതിന്റെ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇതാണ് മെഡിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ? ഒരു തിന്നായിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ട്യൂബ്, അതോടൊപ്പം തന്നെ ഒരു ക്യാമറയൊക്കെ എന്ത് ചെയ്യുന്നു? ലങ്സിന്റെ എയർവേയിലൂടെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലങ്സിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് രോഗനിർണയം നടത്താനും ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ബ്രോങ്കസ്, ബ്രോങ്കൈ അല്ലെങ്കിൽ നമ്മുടെ ബ്രോങ്കോസ്കോപ്പി ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മൾ ഇതിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ചോദിക്കാറുണ്ട് കേട്ടോ. വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ നമ്മളെ വിൻഡ് പൈപ്പ് എന്നുള്ള ഒരു മീനിങ് വരുന്ന ഒരു കോമൺ റൂട്ട് വേർഡ് ഏതാണ് എന്ന് തിരിച്ചും ചോദിക്കാം കേട്ടോ. അപ്പൊ അത് ഏതാണെന്നൊന്ന് കണക്ട് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്രോങ്കോസ്കോപ്പി അല്ലെങ്കിൽ ബ്രോങ്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെ ലങ്സുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എയർവേയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയുമായിട്ട് കണക്റ്റഡ് ആക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ബക്ക്. എന്താണ് ബക്ക്? അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടേംസ് കേട്ടിട്ടുണ്ടോ? അർത്ഥം വരുന്നത് ചീക്ക് അല്ലെങ്കിൽ മൗത്ത് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. ബക്കിന്റെ അർത്ഥമാണ് മീനിങ് ചീക്ക് ഓർ മൗത്ത് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. കേട്ടിട്ടുണ്ടോ? മൗത്ത് അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിനെ എന്താ പറയാ? മൗത്ത് അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിനെ ബക്കൽ ക്യാവിറ്റി അല്ലെ? വെരി ബക്കൽ ക്യാവിറ്റി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ബക്ക് എന്ന് പറയുന്നത് ചീക്ക് അല്ലെങ്കിൽ മൗത്ത് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്ത് ക്യാവിറ്റിനെ വിളിക്കുന്നത് ബക്കൽ ക്യാവിറ്റി എന്നാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് എക്സാമ്പിൾ പറയുന്നത്. അതൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് ഇതിന്റെ അർത്ഥം, ഇത് കോമൺ റൂട്ട് വേർഡ് ഏതാണ്, അതിന്റെ മീനിങ് ഏതാണ്, അത് രണ്ടും മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്തതാണ് ബേഴ്സ. എന്താണ് ബേഴ്സ? എന്തായിരിക്കും അതിന്റെ അർത്ഥം? പൗച്ച് അല്ലെങ്കിൽ സാക്ക് എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. പൗച്ച് ഓർ സാക്ക്. അതായത് ബേഴ്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സാക്ക് ആണ്. നമ്മുടെ ജോയിന്റ്സുകളുടെ ഇടയിൽ ഫ്ലൂയിഡ് ഫിൽഡ് ചെയ്തിട്ടൊരു സാക്ക് ഉണ്ടാവില്ലേ? ഒരു എന്താണ്, ഒരു അറയില്ലേ? ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുള്ള ഒരു അറയില്ലേ നമ്മുടെ ജോയിന്റുകൾക്കിടയിൽ? അതിനെയാണ് ബേഴ്സ എന്നതുകൊണ്ട് മീനിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുള്ള ആ ഒരു സാക്കൽ അല്ലെങ്കിൽ ആ ഒരു അറയില് ചില സമയങ്ങള് ഇൻഫ്ലമേഷൻസ് വരാറുണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ? അതിനെയാണ് ബേഴ്സൈറ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഒരു വേർഡ് കണക്റ്റഡ് ആയില്ലേ? ബേഴ്സ എന്ന് പറഞ്ഞാല് പൗച്ച് അല്ലെങ്കിൽ സാക്ക് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ജോയിന്റ്സുകളുടെ ഇടയിലുള്ള ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സാക്കുകളെയാണ് ബേഴ്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സാക്കുകളില് ചില സമയങ്ങളിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാറുണ്ട്. ആ ഇൻഫ്ലമേഷനെയാണ് ബേഴ്സൈറ്റിസ് എന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബേഴ്സ എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ്
ബർസൈറ്റീസ് ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ? അത് മൂന്നെണ്ണം ഓക്കെ ആണോ? മൂന്നെണ്ണം ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് കാലസ്. കാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് തിക് skin, also a meshwork of connective tissues that form. ഇപ്പൊ കാലസ് എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർത്തോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല. കാലസ് എന്ന വേർഡാണ് യൂസ് ചെയ്യാറ്. അപ്പൊ അതിനുണ്ടെങ്കിൽ ഹാർഡ് എന്നൊരു മീനിങ് ഉണ്ട്. അതുപോലെ തിക്ക് ആയിട്ടുള്ള സ്കിൻ എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. ആൻഡ് ഓൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് ഫോംസ്, അല്ലെങ്കിൽ ഒരു മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഒരു കൂട്ടത്തെ, ഒരു മെഷ്വർക്കിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം, വല പോലെയുള്ള ഒരു കൂട്ടത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കാലസ് എന്ന് വിളിക്കാം. അപ്പൊ മൂന്ന് മീനിങ്ങിലും നമുക്ക് ഈ ഒരു കാലസ് എന്ന വേർഡ് അതിന് വേണ്ടി പകരമായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്നാണ് മറ്റു വേർഡുകൾ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റ് ഈ കാലസ് എന്നുള്ള വേർഡ് അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യാറ്. കാലസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് അല്ലെങ്കിൽ തിക് സ്കിൻ എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതുപോലെ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മെഷ്വർക്ക് അല്ലെങ്കിൽ ഒരു വല പോലെയുള്ള ഒരു കൂട്ടത്തെയും നമുക്ക് കാലസ് എന്നൊരു റൂട്ട് വേർഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. കാർസിൻ. ഫെമിലിയർ ആണോ? ക്യാൻസർ എന്നാണ് അതിന്റെ അർത്ഥം. ക്യാൻസർ കോസിംഗ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ക്യാൻസർ കോസിംഗ് ഏജൻസിനെ വിളിക്കുന്ന പേരെന്താ? ക്യാൻസർ കോസിംഗ് ഏജൻസിനെ വിളിക്കുന്ന പേരെന്താ? കേട്ടിട്ടുണ്ടോ? കാർസിൻ എന്നുള്ളൊരു വേർഡ്. വെരി ഗുഡ്. കാർസിനോജൻസ് അല്ലെ? നമ്മൾ കാർസിനോജൻസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാനാ. കാർസിനോം, അങ്ങനെ പല വേർഡ്സും ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള ഏജൻസ് ആണ് അല്ലെ? കാർസിൻ എന്ന് പറയുന്ന വേർഡ് എന്തുമായി ബന്ധപ്പെട്ട, എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? ക്യാൻസർ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ചോദിക്കാറുള്ള ഒന്നാണ് കേട്ടോ. നമുക്ക് ഫെമിലിയർ ആയിട്ട് നമുക്ക് കേട്ട് പരിചയമുള്ളവയാണ്. അടുത്തതാണ് കെരോട്ടിഡ്. കെരോട്ടിഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കെരോട്ടിഡ് ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്. നമ്മുടെ നെക്കിന്റെ ഭാഗത്തെ വലിയ ആർട്ടറിയാണ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ആർട്ടറീസിനെയാണ് നമ്മൾ കെരോട്ടിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെരോട്ടിഡ് ആർട്ടറീസ് എന്നൊക്കെ കേട്ട് കാണുമല്ലോ അല്ലെ? പഠിച്ച സമയത്ത്, നമ്മൾ ബയോളജിക്ക് പഠിച്ച സമയത്ത് കെരോട്ടിഡ് ആർട്ടറി ഒക്കെ കേട്ട് കാണും അല്ലെ? അതിനൊരു എന്താണ്? ആ ഒരു കെരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത് ഈ കോമൺ റൂട്ട് വേർഡ് ആയിട്ടുള്ള കെരോട്ടിഡ് നിന്നും ഒറിജിനേറ്റ് വന്നിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു നെക്കിന്റെ ഭാഗത്തെ ആർട്ടറീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെരോട്ടിഡ് ആർട്ടറി. ഓക്കെ. ദെൻ അടുത്തതാണ് കാർപ്പസ്. എന്തായിരിക്കും കാർപ്പസ്? ബ്രിസ്റ്റിനെയാണ്. ബ്രിസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ്. ബ്രിസ്റ്റ്, നമ്മുടെ ബ്രിസ്റ്റിന്റെ ഭാഗത്തെ അവിടുത്തെ ബോൺസിനെ വിളിക്കുന്ന പേരെന്താ? എന്താണ്? കാർപ്പൽ ബോൺസ് എന്നാണ് വിളിക്കുക. കേട്ടിട്ടുണ്ടോ? സയൻസ് പഠിച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. കാർപ്പൽ ബോൺസ് എന്നാ പറയുക. നമ്മള് ബ്രിസ്റ്റിന്റെ അവിടുത്തെ ആ ബോൺസിനെ വിളിക്കുന്നതാണ് കാർപ്പൽ ബോൺസ്. അപ്പൊ ഇവിടെ ബ്രിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അർത്ഥമല്ലേ വരുന്നത് അല്ലെ? അവിടുത്തെ ബോൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാർപ്പൽ ബോൺസ് എന്ന് പറയുന്നു. ഇതിന്റെ അർത്ഥം ബ്രിസ്റ്റ് എന്നാണ്. കാർപ്പൽ എന്നുള്ള കാർപ്പസ് അല്ലെങ്കിൽ കാർപ്പൽ എന്നുള്ള ഒരു മീനിങ് വരുമ്പോ ബ്രിസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ് വരിക. അത് അവിടുത്തെ ബോൺസിനെ നമ്മൾ കാർപ്പൽ ബോൺസ് എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ. അപ്പൊ അത് മൂന്നെണ്ണം ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാ കേട്ടോ. 17 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പേജ് കഴിഞ്ഞിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്യേണ്ടത് മിസ് പറഞ്ഞുതരാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. പതിനൊന്ന്, 12, 13. 11 പറഞ്ഞാൽ ബ്രോങ്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ലെങ്സുമായി ബന്ധം അല്ലെങ്കിൽ നമ്മുടെ എയർവേയുമായി ബന്ധപ്പെട്ടാണെന്നോ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ അർത്ഥം
വിൻഡ് പൈപ്പ് എന്നാണ്, അല്ലെങ്കിൽ ട്രക്കിയ എന്നുള്ള ഒരു അർത്ഥമാണ്. നമ്മുടെ നെക്കിന്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ് ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബ്രാഞ്ചസിനെ നമ്മൾ ബ്രോങ്കൈ അല്ലെങ്കിൽ ബ്രോങ്കസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്രോങ്കോസ്കോപ്പി എന്നൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ ലെൻസിനെ കുറച്ചും കൂടി ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു തിൻ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ട്യൂബ് കടത്തിവിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. അപ്പൊ ആ ഒരു വേർഡ് ഒക്കെ എന്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ബ്രോങ്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്നും വന്നിരിക്കുന്നതാണ്. രണ്ടാമത്തത് ബക്ക് എന്ന് പറഞ്ഞാൽ ചീക്ക് അല്ലെങ്കിൽ മൗത്ത് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അതിനൊരു നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ബക്കൽ ക്യാവിറ്റി എന്ന് പറയും. അതായത് മൗത്ത് അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ബക്കൽ ക്യാവിറ്റി. അപ്പൊ അത് ഈ വേർഡിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. ബർസ എന്ന് പറഞ്ഞാല് പൗച്ച് അല്ലെങ്കിൽ സാക്ക് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ജോയിന്റ്സിന്റെ ഇടയിലുള്ള ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സാക്കിനെയാണ് ബർസ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഈ സാക്കുകളിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് ബർസൈറ്റിസ്. അപ്പൊ അത് ഈ ബർസ എന്ന് പറയുന്ന വേർഡിൽ നിന്നും വന്നിരിക്കുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാണ് കേട്ടോ. സെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതായത് ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം 100 or 100. അതായത് നമ്മൾ ഒന്നില്ലെങ്കിൽ 100 എന്നുള്ളൊരു മീനിങ് വരാം, അല്ലെങ്കിൽ 100 അതായത് 1/100 എന്നൊരു അർത്ഥം. അതായത് ഫ്രാക്ഷൻ എന്നുള്ളൊരു അർത്ഥം വരാം. അതായത് 1/100 എന്നൊക്കെ പറഞ്ഞ ഫ്രാക്ഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫ്രാക്ഷൻ എന്നുള്ളത് വരാം, അല്ലെങ്കിൽ 100 എന്നുള്ളൊരു മീനിങ്. സെന്റ് എന്ന് പറയുന്നത് നമ്മൾ പെർസെന്റേജ് പറയാറുണ്ടോ? നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു വേർഡാണ് അല്ലെ. പെർസെന്റ്, സെഞ്ചുറി, സെന്റിമീറ്റർ അല്ലെ. ഇതൊക്കെ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന വേർഡ്സ് ആണ് കേട്ടോ. സെന്റ് എന്ന് പറയുന്നത് പെർസെന്റ്, അതുപോലെ സെഞ്ചുറി നമ്മൾ പറയാറുണ്ട്, സെന്റിമീറ്റർ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു മെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു നമ്പർ സിസ്റ്റത്തിലെ ഫ്രാക്ഷനോ അല്ലെങ്കിൽ 1/100 അല്ലെങ്കിൽ 100 എന്നുള്ളൊരു മീനിങ്ങോ വരും. ഓക്കെ, സെന്റർ എന്നുള്ളത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ദെൻ അടുത്തതാണ് സെന്റി. സെന്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെന്റി ടു പങ്ക്ചർ എ ബോഡി ക്യാവിറ്റി. അതായത് നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ക്യാവിറ്റിയിലേക്ക് പങ്ക്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കുത്തിക്കയറുക അല്ലെങ്കിൽ നമ്മുടെ തുളഞ്ഞ് അല്ലെങ്കിൽ ഒരു ദ്വാരം വീഴ്ത്തുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സെന്റി അല്ലെങ്കിൽ ടു പങ്ക്ചർ എ ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പൊ പറയാ സെന്റസിസ് എന്നുള്ള ഒരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ഒരു പ്രൊസീജിയറാണ് നമ്മുടെ ഇപ്പോ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ സിസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ, ചില മുഴകളൊക്കെ ഉണ്ടാവാറില്ലേ? ഇല്ലേ? ചില നമ്മുടെ ബോഡിയിൽ മുഴകൾ ഉണ്ടാവാറുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ക്യാവിറ്റിയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഫ്ലൂയിഡ്സോ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ അതിനുപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് സെന്റസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിലേക്ക് പങ്ക്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ദ്വാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തി കടത്തി വിട്ടുകൊണ്ട് ആ ഒരു ബോഡിയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു ക്യാവിറ്റിയിൽ നിന്നും ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം മുഴകളിനുള്ളിൽ നിന്നും ആ ഒരു ഫ്ലൂയിഡിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സെന്റസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ടു പങ്ക്ചർ എ ബോഡി ക്യാവിറ്റി അല്ലെ. ഒരു ബോഡിയുടെ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റിൽ നിന്നും നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും നീഡിൽസോ കാര്യങ്ങളോ ഉപയോഗിച്ച് ഒരു കുത്തിയിറക്കി നമ്മൾ അതിൽ നിന്നും ആ ഒരു ഫ്ലൂയിഡ് റിമൂവ് ചെയ്ത് കളയല്ലേ ചെയ്യുന്നത്. അത് ആ ബോഡിയെ പങ്ക്ചർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സെന്റസിസ്. ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വേർഡാണ് സെന്റസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് സീലിംഗ്. സീലിയം എന്നൊക്കെ പറയാറുണ്ട്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. അതിന്റെ അർത്ഥമാണ് ഐലിഡ് അല്ലെങ്കിൽ നമ്മുടെ ഐലാഷസ് എന്നുള്ള ഒരു അർത്ഥമാണ്. നമ്മുടെ കൺപോള അല്ലെങ്കിൽ കൺപീലി എന്നുള്ള ഒരു അർത്ഥമാണ് പറയുന്നത്. അപ്പൊ സീലിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐലിഡ് അല്ലെങ്കിൽ കൺപോളയൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്ന അർത്ഥം കേട്ടോ. ജസ്റ്റ് അത് അത്രയും മാത്രമേ, നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും പറയാനില്ല. ദെൻ ക്ലീഡോ അല്ലെങ്കിൽ ക്ലീഡ് അല്ലെങ്കിൽ ക്ലീഡ് അല്ലെങ്കിൽ ക്ലീഡോ എന്നുള്ളൊരു മീനിങ് വരുന്നത് ക്ലാവിക്കിൾ. എന്താണ് ക്ലാവിക്കിൾ? ക്ലാവിക്കിൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ബോൺസുമായിട്ട് കണക്റ്റഡ് ആക്കാൻ പറ്റുമോ? നമ്മുടെ കോളർ ബോണില്ലേ, ഏതാണ് കോളർ ബോൺ? എവിടെയാണ് നമ്മുടെ കോളർ ബോൺ ഇരിക്കുന്നത്? ഷോൾഡറിന്റെ സൈഡിൽ അല്ലെ. ആണോ? നമ്മുടെ ഷോൾഡറിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ബോണാണ്
കോളർ ബോൺ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ അർത്ഥം വരുന്നത് കേട്ടോ. ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാൽ കോളർ ബോൺ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിന് സപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നൽകുന്ന ബോൺസ് ആണ് ക്ലീഡോ അല്ലെങ്കിൽ ക്ലീഡ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്യൂബിറ്റസ്. ക്യൂബിറ്റസ് എന്ന് പറഞ്ഞ അർത്ഥം എൽബോ. നമ്മുടെ എന്താണ് എൽബോ? കൈമുട്ട് അല്ലെ. ക്യൂബിറ്റസ് എന്ന് പറഞ്ഞാൽ കൈമുട്ട് എന്നാണ് അർത്ഥം. ഇതിലെല്ലാം ചിലപ്പോ ഒറ്റ വേർഡുകളായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും വേർഡ്സിന്റെ കൂടെ നമ്മുടെ മെയിൻ വേർഡ് ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ കൂടെ സഫിക്സോ പ്രിഫിക്സോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കുന്നവയുണ്ട്. അപ്പൊ ക്യൂബിറ്റസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എൽബോ എന്നുള്ളൊരു മീനിങ് വരുന്നത്, കൈമുട്ട് എന്നുള്ളൊരു മീനിങ് വരുന്നത് കൊണ്ട് കേട്ടോ. സൈക്കിൾ. സൈക്കിളിന്റെ എന്താണ്? സൈക്ലിക് അല്ലെങ്കിൽ സർക്കിൾ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. സർക്കിൾ. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മള് സൈക്കിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറില്ലേ? ചെയ്യാറില്ലേ? സൈക്കിൾ നമ്മളൊരു ഓരോ ലൈഫ് സ്പാൻ ഒക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ലൈഫ് സൈക്കിൾ ഒക്കെ പറഞ്ഞു പഠിക്കാറില്ലേ അല്ലെ? അപ്പൊ അതൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്നൊരു മീനിങ് ആണ് ഈ പറയുന്ന CYCL എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിജിറ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു വേർഡാണ് ഡിജിറ്റ് അല്ലെ. ഡിജിറ്റസ്. ഫിംഗർ ഓഫ് ടോ എന്നുള്ളൊരു അർത്ഥമാണ്. ഫിംഗർ ഓഫ് ടോ എന്നുള്ളൊരു അർത്ഥം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മുൻപ് മുതലേ നമ്മള് ഫിംഗേഴ്സ് ഉപയോഗിച്ച് കൗണ്ട് ചെയ്യാറുണ്ട് അല്ലെ? കൗണ്ട് ചെയ്യാറില്ലേ? എത്ര മുതൽ എത്ര വരെ? നമ്മൾ 0 മുതൽ 9 വരെ നമ്മൾ ആ ഒരു ഡിജിറ്റൽ നമ്പേഴ്സ് നമ്മള് ഹിസ്റ്റോറിക്കലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫിംഗേഴ്സ് ഉപയോഗിച്ച് കൗണ്ട് ചെയ്യാറുണ്ട് അല്ലെ? അതുകൊണ്ടാണ് അവിടെ ഡിജിറ്റ് ഫിംഗർ ഓഫ് ടോ എന്നുള്ളൊരു അർത്ഥം വന്നിരിക്കുന്നത് കേട്ടോ. അടുത്തത് എഡി. എഡി എന്ന് പറഞ്ഞാൽ എന്താ? എഡിമ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? എഡിമ എന്താണ്? എഡിമയുടെ അർത്ഥം എന്താണ്? എഡിമ എന്ന് പറഞ്ഞാല് നീര് വെക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. ഇപ്പൊ കാലിനോ കൈക്കൊക്കെ നീര് വെക്കുന്ന ഒരു അവസ്ഥയാണ്, വീർക്കുന്ന നീര് വെക്കുന്ന ഒരു അവസ്ഥയാണ് എഡിമ അല്ലെ. അതായത് സ്വെല്ലിങ് എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് കേട്ടോ. എഡിമ ചോദിക്കാറുള്ള ഒരു വേർഡാണ് കേട്ടോ. മിക്ക ഇതിലും കണ്ടീഷൻസിലൊക്കെ കാണാറുള്ള ഒരു വേർഡ് കൂടിയാണ് എഡിമ. അല്ലെങ്കിൽ എഡി എന്നുള്ളൊരു മീനിങ് ആണ് നമ്മുടെ റൂട്ട് വേർഡ് അതാണ്, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എഡിമ കേട്ടോ. അപ്പൊ സ്വെല്ലിങ് എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. എസ്തേഷ്യോ. എസ്തേഷ്യോ എന്ന് പറയുന്നത് മീനിങ് റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സ്പർശന ശക്തിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു വേർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റോ? എസ്തേഷ്യോ അല്ലെങ്കിൽ എസ്തേഷ്യ എന്നുള്ളൊരു മീനിങ് ഒന്നും കിട്ടുന്നില്ല. എസ്തേഷ്യ. അനസ്തേഷ്യ അല്ലെ. നമ്മുടെ അനസ്തേഷ്യ എന്നുള്ളൊരു മീനിങ് ഇതിൽ നിന്ന് വന്നിരിക്കുന്ന വേർഡാണ്. അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസേഷനുമായി ബന്ധപ്പെട്ടതല്ലേ. അനസ്തേഷ്യ നൽകി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് വേറെ സ്പർശ ശക്തി ഉണ്ടാവോ? നമ്മൾ സ്പർശിച്ചറിയോ? ഇല്ല അല്ലെ. അപ്പൊ അനസ്തേഷ്യ അല്ലെങ്കിൽ നമ്മുടെ സെൻസേഷനുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് തന്നെയാണ് അനസ്തേഷ്യ. അപ്പൊ ഇത് ഏതിൽ റൂട്ട് വേർഡിൽ നിന്ന് വന്നിരിക്കുന്നത്? എസ്തേഷ്യോ അല്ലെങ്കിൽ എസ്തേഷ്യ എന്നുള്ളൊരു വേർഡിൽ നിന്നും വന്നിരിക്കുന്നതാണ് കേട്ടോ. എസ്തേഷ്യോമീറ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ആ ഒരു സെൻസേഷനുമായി ബന്ധപ്പെട്ട മെഷർമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എസ്തേഷ്യോമീറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ സെൻസേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് എന്ന് മനസ്സിലാവും. ഓക്കെ. ഫിബർ. ഫിബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഫെബർ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. അതായത് ഫീവർ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അത് 2 പ്രാവശ്യം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. 2 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് 3 കഴിഞ്ഞിട്ട് പിന്നെയും 2 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ആ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഫീവർ അല്ലെങ്കിൽ ഫെബ്ര എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിലാണ് വരുന്നത്. അത് ഫീവർ എന്നുള്ളൊരു അർത്ഥമാണ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബെൻഡ് ചെയ്യുക അല്ലെ. ഫ്ലെക്സിബിൾ ആവുക നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു വേർഡാണ്. ഫ്ലെക്സിബിൾ, റിഫ്ലെക്സ് അല്ലെ. ഇതൊക്കെ നമ്മളെ ബെൻഡ് ചെയ്യാനാണ്. ഏബിൾ ടു ബെൻഡ് ദ ബോഡി. നമ്മുടെ ബോഡി ബെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വഴക്കം എന്നുള്ളൊരു അർത്ഥമാണ് അല്ലെ. അപ്പൊ റിഫ്ലെക്സ്, ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ബെൻഡ് എന്ന് എഴുതുക എന്നുള്ള അർത്ഥമാണ്. ദെൻ ഫൊറാമൻ എന്ന് പറഞ്ഞാല് ഓപ്പണിങ്, അതായത് ഹോളോ അല്ലെങ്കിൽ ഓപ്പണിങ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ എന്തെങ്കിലും ഇപ്പൊ ഹോളോ അല്ലെങ്കിൽ പല ഭാഗങ്ങളും നമ്മുടെ ഓപ്പണിങ് ഉണ്ട് അല്ലെ. അതിനെയാണ് ഫൊറാമൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ബാക്കി 2 നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് നോക്കണ്ട കേട്ടോ. ഓൾറെഡി നമ്മൾ അത് പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി ഈ പേജ്. ഓക്കെ ആണെങ്കിൽ മിസ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ.
ക്യൂബിറ്റസ് എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, ജസ്റ്റ് അതിന്റെ അർത്ഥം എൽബോ എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ കൈമുട്ടിന് വേണ്ടി പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് ക്യൂബിറ്റസ്. അതിനങ്ങനെ എക്സ്ട്രാ നമ്മൾ വേർഡ് ഒന്നും ഇതിന്റെ കൂടെ ആയിട്ട് യൂസ് ചെയ്തത്, ആ വേർഡ് സിംഗിൾ ആയിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യാറ് കേട്ടോ. ഓക്കെ, 22 മിസ് ഇപ്പൊ പറഞ്ഞിരുന്നു. 23 സൈക്കിൾ എന്നുള്ളത് സർക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സർക്കിൾ എന്നൊരു മീനിങ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പല പ്രോസസ്സുകളും നമ്മൾ സൈക്കിൾ പോലെ എഴുതാറുണ്ട് അല്ലെ. ഇതാണല്ലേ ചില നമ്മുടെ ബയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രോസസ്സുകളും നമ്മൾ സൈക്കിൾ രൂപേണ എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ ഈ ഒരു സൈക്കിൾ എന്നുള്ളൊരു അർത്ഥമാക്കുന്നത് കേട്ടോ. ദെൻ ഡിജിറ്റ് എന്ന് പറഞ്ഞാല് ഫിംഗർ അല്ലെങ്കിൽ ടോ എന്നുള്ളൊരു അർത്ഥമാണ്. അത് നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ എന്ത് വെച്ച് കൗണ്ട് ചെയ്യാറുണ്ട്, നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ട് അല്ലെ. എങ്ങനെയാണ് നമ്മൾ 0 മുതൽ 9 വരെയൊക്കെ നമ്മൾ ഫിംഗർ വെച്ച് കൗണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ഹിസ്റ്റോറിക്കലി അങ്ങനെ ഒരു കൗണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഡിജിറ്റ് എന്നുള്ള അർത്ഥം എന്തായത്, ഫിംഗർ ഓർ ടോ എന്നുള്ളൊരു അർത്ഥത്തിൽ വന്നിരിക്കുന്നത്. ഓക്കെ, എഡി എന്ന് പറഞ്ഞാല് എഡിമ എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് എഡിമ എന്നുള്ളൊരു വേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതായത് സ്വെല്ലിങ് അല്ലെങ്കിൽ നമ്മൾ കൈക്കോ കാലിനൊക്കെ നീര് വെക്കുന്ന ഒരു അവസ്ഥയാണ് എഡിമ. ഓക്കെ, സെന്റ് എന്ന് പറഞ്ഞാല് പെർസെന്റേജ്, അതായത് ഒന്നില്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആണ്. ഇപ്പൊ 1/100 എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഫ്രാക്ഷൻ ആണ്. അല്ലെങ്കിൽ 100 എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട്. ഇപ്പൊ പെർസെന്റേജ് നമ്മൾ പറയാറില്ലേ, അതുപോലെ സെഞ്ചുറി, അതൊക്കെ എങ്ങനെയാ 100-ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അല്ലെ. അതുപോലെയുള്ള വേർഡ്സ് സെന്റിമീറ്റർ എന്നൊക്കെ ഉള്ള വേർഡ്സ് മീനിങ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫെബ്രിലെ എന്നല്ല, ഫെബർ എന്നുള്ളൊരു മീനിങ് തന്നെ, ഫീവർ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ വരുന്നത്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, വഴക്കം എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഫസ്റ്റ് വൺ നോട്ട് ചെയ്യണേ, നമ്പർ മാത്രം പറയാം. 11, 15, 17, 11, 15, 17, 19, 11, 15, 17, 19, then 22, 23, 22, 23, 25, 22, 23, 25, then 27, 27. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത് പഠിക്കേണ്ടതല്ല, ഈ പറയുന്നവ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തൊന്നും പഠിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. അടുത്തതാണ് ഫ്രാക്ട്. ഫ്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രേക്ക് എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. അതെ, ഫ്രാക്ചർ, നമ്മൾ ഫ്രാക്ഷൻ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് അല്ലെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാക്ഷൻ, ഫ്രാക്ചർ, ഫ്രാഗ്മെന്റ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് അല്ലേ. എന്താണ് ഒരു ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോണിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ക്രാക്കിനെയാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയുക അല്ലെ. അതുപോലെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലോ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ ഫ്രാക്ഷൻ എന്നത് വേണ്ട. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാലോ ഒരു ബ്രോക്കൺ പീസ്, എന്തെങ്കിലും ബ്രോക്കൺ അല്ലെങ്കിൽ പൊട്ടിപ്പോയ ഒരു പീസിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ബ്രേക്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നിന്ന് വരുന്ന വേർഡ്സ് തന്നെയാണ്. അപ്പൊ അടുത്തത് ജസ്റ്റ്. ജസ്റ്റിന് വേണ്ടിയിട്ട്, ജസ്റ്റ് എന്ന് പറയുന്നത് ക്യാരി, പ്രൊഡ്യൂസ് ഓർ കൺജഷൻ. അപ്പൊ നമ്മുടെ ആ ഒരു ജസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്നാണ് പറയുന്നത് കേട്ടോ. ക്യാരി, പ്രൊഡ്യൂസ് അല്ലെങ്കിൽ കൺജഷൻ എന്നുള്ള ഒരു മീനിങ് ആണ്. അതായത് ഡൈജസ്റ്റ്, കേട്ടിട്ടുണ്ടോ ഈ വേർഡ്? അറിയാലോ, നമുക്ക് ഡൈജസ്റ്റ് അല്ലെങ്കിൽ ഡൈജഷൻ നടക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഈ വേർഡിൽ നിന്നും വന്നിരിക്കുന്നതാണ് കേട്ടോ.
അതായത് കൺജഷൻ അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഒരു ഡൈജഷൻ നടക്കുക, അല്ലെങ്കിൽ അതിൽ ക്യാരി ചെയ്ത് ആ ഒരു പ്രോസസ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അതെ, ദഹനം എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഡൈജഷൻ, അതുപോലെ ഡൈജസ്റ്റ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. നോ, നോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജി എന്നോ നോ എന്നുള്ള ഒരു അർത്ഥം വരുന്നത് നോ എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ്. ടു നോ, അറിയുക. അല്ലെങ്കിൽ നോളജ് എന്നുള്ള ഒരു അർത്ഥവും വരാറുണ്ട് കേട്ടോ. നോ, അറിവ് എന്നുള്ളൊരു അർത്ഥവും കൂടി വരാറുണ്ട് കേട്ടോ, നോളജ്. അതെ, ഡയഗ്നോസിസ് അല്ലെ, നമ്മൾ പറയാറുണ്ട് ഡയഗ്നോസിസ്, ഡയഗ്നോസ്റ്റിക് എന്നുള്ള രീതിയിലും വരാം കേട്ടോ. അപ്പൊ നമ്മളൊരു രോഗനിർണയം അല്ലെങ്കിൽ രോഗത്തെ കുറിച്ച് അറിയുകയാണ് ചെയ്യുന്നത് അല്ലെ, അതിന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആയതുകൊണ്ട് ഡയഗ്നോസിസ് എന്നുള്ള ഒരു അർത്ഥം കൂടി അല്ലെങ്കിൽ ഒരു മീനിങ് ഉള്ള ഒരു വേർഡ് കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആയിരിക്കും ഗ്രാം അല്ലേ. ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് അല്ലേ? സംതിങ് റിട്ടൺ ഓർ റെക്കോർഡ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് റിട്ടൺ ചെയ്യുക, എഴുതുക, റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡ്രോൺ ചെയ്യുക, വരയ്ക്കുന്നതിനെയാണ് നമ്മള് ഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതെ, കാർഡിയോഗ്രാം അല്ലെ. നമുക്ക് ഒത്തിരി എക്സാമ്പിളുകൾ ഉണ്ട് അല്ലെ. ഡയഗ്രാം അല്ലെങ്കിൽ എന്താണ് ഹോളോഗ്രാം, അങ്ങനെയൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിന്റെ കൂടെ. ദെൻ ഗ്രാഫ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ അല്ലെ. എന്തെങ്കിലും റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് അല്ലെ. അതെ, പാരഗ്രാഫ് വരാം, പിന്നെ ഇത് വരാം, കാർഡിയോഗ്രാഫ് വരാം അല്ലെ. ഒത്തിരി എക്സാമ്പിളുകൾ നമുക്ക് കിട്ടും അല്ലെ, ഇഷ്ടം പോലെ എക്സാമ്പിളുകൾ കിട്ടും. ദെൻ ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് പറയുന്നത് എന്താ? ദ ബോൺ ഇൻ ദ അപ്പർ ആം. നമ്മുടെ റേഡിയോഗ്രാഫ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹ്യൂമറസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ആം അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ബോണിനെയാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തുള്ള ഒരു ബോണില്ലേ, ഇതാണ് ഹ്യൂമറസ് ബോൺ. അപ്പർ ആമിലുള്ള ബോണിനെയാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ആ വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് തന്നെ അങ്ങനെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ഒരു വേർഡ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഹ്യൂമറസ്. ദെൻ ഇഡിയിൽ. ഇഡിയിൽ എന്നുള്ള ഒരു മീനിങ് എന്താ? ഇഡിയോസ് എന്നൊക്കെയുള്ള അർത്ഥം അതാണ്, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാറ്. ഇഡിയോസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള ഒരു മീനിങ് ആണ്. ഡിഫറെന്റ്, ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള ഒരു മീനിങ്, അല്ലെങ്കിൽ അൺനോൺ എന്നുള്ള ഒരു അർത്ഥവും കൂടി ഉണ്ട് കേട്ടോ. കൂടുതലും ആ അൺനോൺ എന്നുള്ള അർത്ഥവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇഡിയോപതിക് പൾമണറി ഫൈബ്രോസിസ് എന്നൊരു ഒരു രോഗമുണ്ട്, ഇഡിയോപതിക് പൾമണറി ഫൈബ്രോസിസ്. അതായത് ഇത് ലങ് ഡിസീസ് ആണ്, പക്ഷെ ഇതിന്റെ കാരണം എന്തായിരിക്കും? അൺനോൺ ആയിരിക്കും, അറിയാത്ത കാരണം അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള റീസൺ കൊണ്ടുണ്ടാവുന്ന ഒരു ലങ് ഡിസീസ് ആണ് ഇഡിയോപതിക് പൾമണറി ഫൈബ്രോസിസ് എന്നൊരു കണ്ടീഷൻ. അത് ആ ഒരു വേർഡിൽ നിന്നും ഒറിജിനേറ്റ് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ അയഡോ. അയഡോ എന്ന് പറഞ്ഞാൽ അർത്ഥം അത് മാറിപ്പോയില്ല നിങ്ങൾക്ക്, കാരണം എന്താ? അയഡിൻ, അയഡിൻ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അയഡിൻ ജസ്റ്റ് വെറുതെ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി, അതിൽ എക്സ്ട്രാ വേറെ ഒന്നുമില്ല. അയഡിൻ എന്നുള്ള ഒരു അർത്ഥമാണ് അയഡോന്റെ റൂട്ട് വേർഡിനുള്ളത്. ദെൻ ലാക്റ്റ്. എന്താണ് ലാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്? ലാക്റ്റിക് ആസിഡ്, നമ്മൾ ലാക്ടോസ് എന്ന് പറയാറുണ്ട് അല്ലെ. ലാക്ടോജൻ, ലാക്ടോസ് അല്ലെ. ലാക്ടേറ്റ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. എന്താണ് ലാക്ടോസ് എന്ന് പറഞ്ഞാല്? ലാക്ടോസ് എന്തിൽ കാണുന്ന ഷുഗർ ആണ്? മിൽക്ക് ഷുഗർ ആണ് അല്ലെ. മിൽക്ക് ഷുഗറിനെയാണ് നമ്മൾ ലാക്ടോസ് എന്ന് പറയുന്നത്. ലാക്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ലാക്ടേഷൻ എന്ന് പറഞ്ഞാല് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെ. പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് മിൽക്ക്, അതാണ് ലാക്ടേഷൻ എന്നതുകൊണ്ട്. നമ്മുടെ ഫീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലാക്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ആ ലാക്ടോസ് എന്ന് പറയുന്നത് കൊണ്ട് കൂടുതലും നമുക്ക് അറിയാൻ പറ്റും, മിൽക്കുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് അറിയാൻ പറ്റും അല്ലെ. ദെൻ ലിംഗു എന്ന് വെച്ചാൽ എന്താ? ലിംഗു ടങ് എന്നാണ് അർത്ഥം, മീനിങ് ടങ് എന്നാണ്. അപ്പോ ലിംഗുമായി ബന്ധപ്പെട്ട സബ്ലിംഗ്വൽ കേട്ടിട്ടുണ്ടോ വേർഡ്? സബ്ലിംഗ്വൽ. ചില മെഡിസിൻസ് നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, സബ്ലിംഗ്വൽ ആയിട്ടാണ് അത് കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? എവിടെ വെച്ച് കഴിക്കണം എന്നാ പറയുന്നത്? സബ്ലിംഗ്വൽ എന്ന് പറയുമ്പോ ബിലോ ദ ടങ് ആണ് അല്ലെ. നാവിന്റെ അടിയില്, ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ നാവില് വെച്ചിട്ട്, നാവിന്റെ അടിയില് ബിലോ ദ, സബ്ലിംഗ്വൽ എന്ന് പറയും. ബിലോ ദ ടങ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ചങ്കിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ അടിയിൽ വെച്ച് അലിയിച്ച് കഴിക്കേണ്ട കുറെ മരുന്നുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ലിംഗു എന്നുള്ള ഒരു വേർഡിൽ നിന്നുമാണ് ആ വേർഡുകൾ ഉണ്ടായിരിക്കുന്നത്. ദെൻ അടുത്തതാണ് മെൻ. മെൻ എന്ന് പറഞ്ഞാൽ അർത്ഥം
മന്ത് അല്ലെങ്കിൽ മാസം എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഈ ഒരു മാസവുമായി ബന്ധപ്പെട്ട് മെൻ വെച്ചുള്ള ഏതെങ്കിലും വേർഡ്സ് ഓർമ്മയുണ്ടോ? മെൻസ്ട്രേഷൻ, വെരി ഗുഡ്. മെൻസ്ട്രേഷൻ എന്നുള്ളൊരു വേർഡ് അല്ലെ, അത് എല്ലാ മാസവും വരുന്നതല്ലേ അല്ലെ? എല്ലാ മാസവും 28 ദിവസം കഴിയുമ്പോൾ വരുന്ന പ്രോസസ്സാണ്. അത് മെൻ എന്നുള്ളത് ഇങ്ങനെ ആ ഒരു വേർഡിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, മെൻസ്ട്രേഷൻ. ദെൻ അടുത്തതാണ് ഒക്യൂൾ. ഒക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഐ എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. ഒക്യൂൾ എന്ന് പറഞ്ഞാൽ ഐ, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒക്യുലിസ്റ്റ് അല്ലെങ്കിൽ ബൈനോക്കുലർ അല്ലെ, ഇതൊക്കെ നമ്മുടെ കാഴ്ചയിൽ കണ്ണുമായി ബന്ധപ്പെട്ട ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തതാണ് ഓവ്. ഇതുമായി ബന്ധപ്പെട്ട വെരി ഗുഡ്, ഓവുലേഷൻ, ഓവറി, ഓവം, ഇതൊക്കെ നമ്മുടെ എഗ് എന്നുള്ളൊരു മീനിങ് വരുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേർഡ്സ് ആണ് അല്ലെ. എഗ് അല്ലെങ്കിൽ ഓവം എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട വേർഡാണ്. ഓവുലേഷൻ, ഓവറി, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വേർഡാണ്. ദെൻ പാൽപേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാൽപേറ്റ് എന്നുള്ളൊരു റൂട്ട് വേർഡിന്റെ അർത്ഥം എന്താ? ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. എന്താണ്? നമ്മുടെ സ്പർശിച്ചുകൊണ്ട് പരിശോധിക്കുക അല്ലെ, നമ്മൾ സ്പർശിച്ചുകൊണ്ട് പരിശോധിക്കുക. അതാണ് പാൽപേറ്റ് അല്ലെങ്കിൽ പാൽപേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പർശിച്ചുകൊണ്ട് പരിശോധിക്കുന്നതിനെയാണ് ടു ഇൻസ്പെക്ട് ബൈ ടച്ച് എന്നുള്ളൊരു അർത്ഥമാണ്. ദെൻ പെഡ്. പെഡ് എന്നുള്ളൊരു റൂട്ട് വേർഡിന്റെ അർത്ഥമാണ് ചൈൽഡ് ഓർ ഫൂട്ട് എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞേ, പെഡ് എന്നതുകൊണ്ട് വരുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട പീഡിയാട്രിക്സ് അല്ലെ, പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ പീഡിയാട്രിക് എന്നുള്ളൊരു വിഭാഗമുണ്ട്. വെരി ഗുഡ്. ദെൻ ഫൂട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ പറ്റോ? ഫൂട്ടുമായി ബന്ധപ്പെട്ട് എന്താണ്? പെഡിഗ്ര പറയാം. ദെൻ പെഡിക്യൂർ അല്ലെ, നിങ്ങൾക്ക് ചിലർക്ക് പോയി ചെയ്യുക അല്ലെ, പെഡിക്യൂർ. ദെൻ പെഡസ്ട്രിയൻ, വെരി ഗുഡ്, പെഡസ്ട്രിയൻ, ഇതൊക്കെ കാൽനട യാത്രക്കാർ എന്നുള്ളൊരു അർത്ഥമൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഈ പെഡ് എന്നുള്ളൊരു വേർഡിൽ നിന്നും ഒറിജിനേറ്റ് ഇത് വന്നിരിക്കുന്ന വേർഡ്സ് ആണ്. ഓക്കെ. ദെൻ പെർക്കസ് എന്ന് പറഞ്ഞാല് ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. പെർക്കസ് എന്ന് പറയുന്ന വേർഡിന്റെ ഒരർത്ഥമാണ് ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. എന്തെങ്കിലും സ്ട്രൈക്ക് ഹാർഡ് ആയിട്ടുള്ള സാധനങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നത് വഴി ഉണ്ടാവുക, അതിനെയാണ് പെർക്കസ് എന്ന് പറയുന്നത്. ദെൻ ഫോർട്ട്, അറിയാവുന്നതായിരിക്കില്ല ഫോർട്ട് എന്നുള്ളൊരു അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ എന്നുള്ളത് ഇതാണ് ശരിക്കും പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഫോട്ടോ എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് ലൈറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോജെനിക് പറയാം, ഫോട്ടോസിന്തസിസ് പറയാം അല്ലെ. അതൊക്കെ ലൈറ്റിന്റെ പ്രസൻസിലാണ് അല്ലെങ്കിൽ ലൈറ്റുമായി ബന്ധപ്പെട്ട ടേംസ് ആയതുകൊണ്ട് അതിന് പകരം നമ്മൾ ആ ഫോട്ടോ എന്നുള്ളൊരു വേർഡ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ അല്ലെ, ഫോട്ടോസിന്തസിസ്, അങ്ങനെ ഏത് വേണമെങ്കിലും പറയാം കേട്ടോ. ലൈറ്റ് ഉപയോഗിച്ചു കൊണ്ടുള്ളത് അല്ലെങ്കിൽ ലൈറ്റിന്റെ പ്രസൻസിൽ ചെയ്യുന്നത് എന്നുള്ളൊരു അർത്ഥമായിട്ട് വരും. ദെൻ പ്ലൂർ. പ്ലൂർ എന്ന് പറഞ്ഞാല് സൈഡ് അല്ലെങ്കിൽ പ്ലൂറ എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ? പ്ലൂറൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പ്ലൂറ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാറില്ലേ. ഇതൊക്കെ ഇതിൽ നിന്നും ഒറിജിനേറ്റ് വന്നിരിക്കുന്നതാണ്. അടുത്തതാണ് ടോ. പി സൈലന്റ് ആണ് അവിടെ. ടോ എന്നുള്ളൊരു അർത്ഥമാണ്, അതായത് ഫൂട്ട്. നമ്മള് ഫൂട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ടോ എന്ന് വിളിക്കാറില്ലേ? വിളിക്കാറുണ്ടാവും. TOE, ടോ, ടോഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ ഫൂട്ടിനെ. അത് തന്നെയാണ് ഇവിടെയും അർത്ഥം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ടിയാൽ. ടിയാൽ എന്ന് പറഞ്ഞാൽ അവിടെ പി സൈലന്റ് ആണ്. ടിയാൽ എന്ന് പറഞ്ഞാല് സലൈവ, നമ്മുടെ സലൈവയാണ്. അതായത് ടിയാലിസം എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൈപ്പർ സലൈവേഷൻ ആണ്. ഹൈപ്പർ സലൈവേഷൻ, അമിതമായിട്ട് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ എന്താണ് ഹൈപ്പർ സലൈവേഷൻ ആണ് ടിയാലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ആ ഒരു വേർഡിൽ നിന്ന് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ദെൻ ഫയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫയർ എന്നുള്ളൊരു അർത്ഥം വരുന്നത് ഫയർ ആണ്. അതായത് ഫയർ തീയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിലെ പൈറോമാനിയാക്ക്, പൈറോ ടെക്നിക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പൈറോ ടെക്നിക് എന്ന് പറഞ്ഞാല് ഫയർ വർക്സിനെയാണ് നമ്മൾ പറയുന്നത്. പൈറോ ടെക്നിക്സ് അല്ലെങ്കിൽ ഫയർ വർക്സുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളെ. ഇനി പൈറോമാനിക് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? പൈറോമാനിയാക്ക് ആരായിരിക്കും? പൈറോമാനിയാക്ക് അതായത് ചില ആളുകൾക്ക് വസ്തുക്കളൊക്കെ തീയിടാനായിട്ട് ഒരു അമിതമായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ അല്ലെ. എന്ത് കണ്ടാലും തീയിട്ട് അത് നശിപ്പിക്കണം അല്ലെങ്കിൽ അത് തീയിട്ട് കളയണം എന്നുള്ള ആഗ്രഹം, അമിതമായ ആഗ്രഹമുള്ള ആളുകളെയാണ് പൈറോമാനിയാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഈ ഫയറുമായി ബന്ധപ്പെട്ട ഒരു ടേം തന്നെയാണ് അല്ലെ. ദെൻ അടുത്തത് റേഡിയസ്. അറിയാലോ റേഡിയസ്? The forearm bone on the thumb side. ഒന്നാമത്തെ മീനിങ് വരുന്നത് നമ്മുടെ തമ്പിന്റെ സൈഡില്, നമ്മുടെ തമ്പിന്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോർ ആമില് രണ്ട് ബോൺസ് ഉണ്ട്.
ഏതൊക്കെയാ? റേഡിയസും അൾണയും. നമ്മുടെ ഫോറാമിൽ അതിലൊരു ബോൺ ആണ് റേഡിയസ്. റേഡിയസ് ഉണ്ട്, അൾണയുണ്ട്, 2 ബോൺസ് ആണ്. അതിൽ ഒന്നാണ് റേഡിയസ് എന്ന് പറയുമ്പോൾ അതിലൊരു ബോൺ എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. And also a line from the center of a circle or sphere to the edges. നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ സെന്ററിൽ നിന്ന് ആ എഡ്ജിലേക്ക് വരയ്ക്കുന്ന ആ ഒരു റേഡിയസ് അല്ലെങ്കിൽ ആ ഒരു നീളത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? റേഡിയസ് അല്ലെങ്കിൽ ആർ എന്നാണ് നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നത് അല്ലെ. റേഡിയസ് എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ 2 മീനിങ്ങും വരുന്നുണ്ട് കേട്ടോ. 52 നമ്മൾ പറഞ്ഞു. ഈ ഒരു പേജിൽ വേഗം ഒന്ന് നോക്കിയേ. ഫ്ലാറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക, ഫ്രാക്ഷൻ, ഫ്രാക്ചർ, ഫ്രാഗ്മെന്റ് അങ്ങനെയുള്ള അർത്ഥമാണ്. ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഡൈജസ്റ്റ് ചെയ്യുക, ഡൈജഷൻ അങ്ങനെയുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്. നോ എന്ന് പറഞ്ഞാല് നോ ചെയ്യുക അല്ലെങ്കിൽ നോളജ്, അതുപോലെ ഡയഗ്നോസിസ് എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ടേംസ്. ഗ്രാം എന്ന് പറയുമ്പോൾ സംതിങ് റിട്ടൺ ഓർ എന്താണ് ഡ്രോൺ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. അതിനുവേണ്ടി നമ്മൾ കാർഡിയോഗ്രാം അങ്ങനെ ഒരുപാട് ടേംസ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടാം. ഗ്രാഫും അതുപോലെ തന്നെ റൈറ്റ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോ ചെയ്യുക എന്നുള്ള അർത്ഥം തന്നെയാണ്. അതിനും കാർഡിയോഗ്രാഫ്, അഞ്ചിയോഗ്രാഫ് അങ്ങനെ ഒരുപാട് നമുക്ക് എക്സാമ്പിളുകൾ പറയാം. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ അപ്പർ ബോണിന്റെ അപ്പർ ആറിലുള്ള ബോണിനെയാണ് ഹ്യൂമറസ് എന്ന് വിളിക്കുന്നത്. ഇഡിയോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്, ഡിസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ അൺനോൺ എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ ഇഡിയോപതി, പഴമണറി, ഫൈബ്രോസിസ് എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഡോ എന്ന് പറഞ്ഞാൽ ഐഡിൻ എന്നാണ് അർത്ഥം. ലാക്ട് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് അല്ലെങ്കിൽ ലാക്റ്റിക്, ലാക്ടേറ്റ് ചെയ്യുക അങ്ങനെയുള്ള ഏതെങ്കിലും മിൽക്കുമായി ബന്ധപ്പെട്ട ടേംസ് എല്ലാം അതിൽ വരുന്നുണ്ട്. ലിംഗ്യോ എന്ന് പറയുമ്പോൾ ടങ്കുമായി ബന്ധപ്പെട്ടതാണ്. സബ്ലിംഗ്വൽ അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട്. മെൻ എന്ന് പറഞ്ഞാൽ മന്ത് എന്നാണ് അർത്ഥം, അതായത് മാസത്തില് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുമ്പോൾ മെൻസ്ട്രേഷൻ നമ്മുടെ മാസത്തിൽ വരുന്ന ഒരു പ്രക്രിയയാണ്. ഒക്യൂൾ എന്ന് പറഞ്ഞാൽ അയ്യുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബൈനോക്കുലർ മുതലായിട്ടുള്ള വേർഡുകൾ അതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓ എന്ന് പറഞ്ഞാൽ എഗ്, അതായത് ഓവം അല്ലെങ്കിൽ ഓവുലേഷൻ, ഓവറി ഇങ്ങനെയുള്ള വേർഡ്സ് ഇതിൽ നിന്ന് വരുന്നതാണ്. പാൽപേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, നമ്മുടെ ടച്ചിലൂടെ നമ്മൾ സ്പർശനത്തിലൂടെ പരിശോധിക്കുന്ന പ്രൊസീജിയറിനെ. പെറ്റ് എന്ന് പറയുമ്പോൾ ചൈൽഡ് അല്ലെങ്കിൽ ഫുഡ് എന്ന അർത്ഥം വരുന്നുണ്ട്. പീഡിയാട്രിക്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചൈൽഡുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഫുഡ് ആകുമ്പോൾ പെഡിക്യൂർ, പെഡസ്ട്രിയൻ അങ്ങനെയുള്ള അർത്ഥങ്ങളിൽ വരുന്ന വേർഡ്സ് ഉണ്ട്. പെർക്കസ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഹാർഡ് ഒബ്ജക്ട്സ് വഴി വരുന്ന എന്താണ് സ്ട്രൈക്കിംഗ് വഴി വരുന്ന പരിശോധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ഫോട്ടോ എന്ന് പറയുമ്പോൾ ഫോട്ടോ ആ ഒരു അർത്ഥം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ലൈറ്റ് എന്നുള്ളൊരു അർത്ഥമാണ്. ഫോട്ടോസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫുകൾ അങ്ങനെ പല വേർഡ്സും അതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാം. പ്ലൂർ എന്ന് പറഞ്ഞാൽ ട്രിപ്പ് അല്ലെങ്കിൽ സൈഡ് അല്ലെങ്കിൽ പ്ലൂറ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ടോ എന്ന് പറഞ്ഞാൽ ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ടോഡ് എന്നുള്ള വേർഡ് ഫുഡുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട്. ടിയാൽ എന്ന് പറഞ്ഞാൽ സലൈവ, അതായത് ടിയാലിസം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സലൈവേഷനെയാണ് നമ്മൾ ടിയാലിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഫയർ എന്ന് പറഞ്ഞാൽ ഫയർ എന്നുള്ള അർത്ഥമാണ്. പൈറോജനിക് എന്ന വേർഡ് യൂസ് ചെയ്യാറുണ്ട്. പൈറോടെക്നിക് എന്ന് പറയുന്ന വേർഡ്സും യൂസ് ചെയ്യാറുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറാമിലുള്ള ഒരു ബോണിനെ നമ്മൾ റേഡിയസ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് എഡ്ജിലേക്ക് വരയ്ക്കുന്ന ഒരു രേഖയെയും നമ്മൾ റേഡിയസ് എന്ന് വിളിക്കാറുണ്ട്. ക്ലിയർ ആണോ? ഈ ഒരു പേജ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയട്ടെ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത കേട്ടോ. 32, 32. ഓക്കെ, 34, 32, 34, 35, 32, 34, 35, 38, 38. Then 44, 44, 46, 44, 46, 47 and 52. 52. Okay. ആ ഓരോ പേജിലും പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വരുന്നതാണ്, ഈ വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. റെൻ എന്നുള്ള റിനോ എന്നുള്ളൊരു വേർഡ് അല്ലെ. നമ്മൾ എന്തുമായിട്ട് യൂസ് ചെയ്യുന്നത്? കിഡ്നി എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. റീനൽ അല്ലെ, കിഡ്നിയുമായി ബന്ധപ്പെട്ട വേർഡ്സ് അല്ലെങ്കിൽ റിലേറ്റിംഗ് ടു കിഡ്നി എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. റീനൽ. റീനോപ്പതി, നമ്മുടെ കിഡ്നി ഡിസീസുകളെ വിളിക്കുന്ന പേരാണ് റീനോപ്പതി അല്ലെ. റീനോ അതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിനെ നമുക്ക് വിളിക്കാം. അപ്പൊ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്
റീനോ ലിറിൻ എന്നുള്ളൊരു അർത്ഥം വരുന്ന റീനൽ, ഇതൊക്കെ നമ്മൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ റെറ്റിന, റീനൽ ഫെയിലിയർ പറയാറുണ്ട് കേട്ടോ. റെറ്റിന എന്താണ്? ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദ ഐ. നമ്മുടെ ഐയുടെ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലെയറിനെയാണ് എന്താണ് റെറ്റിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗം ഉപയോഗിച്ചാണ് നമുക്ക് കളർ ആയിട്ടുള്ള കളർ വിഷനോ അതുപോലെ നൈറ്റ് വിഷനോ ഒക്കെ സാധ്യമാവുന്നത്. അപ്പൊ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്താണ് ടിഷ്യൂസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഐയുടെ ബാക്ക് സൈഡ് ഓഫ് ദ ഐ ആണ് റെറ്റിന എന്ന് പറയുന്നത്. ഇവിടെ റെറ്റിനൽ നെർവ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരിക്കും. റെറ്റിനൽ നെർവ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. ആ നെർവിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ ടിഷ്യൂസിന്റെ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ടിഷ്യൂസിന്റെയും സഹായത്തോടു കൂടിയാണ് നമുക്ക് വിഷൻ സാധ്യമാവുന്നത്. ഓക്കെ, ദെൻ സംഘു. എന്താണ് സംഘു എന്നുള്ളൊരു അർത്ഥം വരുന്നത്? ബ്ലഡ് എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. നമ്മുടെ ബ്ലഡ് എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് സങ്ക്യുഫെറസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. സങ്ക്യുഫെറസ് എന്ന് വെച്ചാൽ എന്തായാലും കൺവേയിങ് ബ്ലഡ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരിയിങ് ബ്ലഡ് എന്നുള്ളൊരു അർത്ഥമാണ്. നമ്മുടെ ബ്ലഡ് വെസൽസിനെ തന്നെയാണ് പറയുന്നത്. സങ്ക്യുഫെറസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബ്ലഡ് വെസൽസ് മുതലായിട്ടുള്ളവയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സംഘു അല്ലെങ്കിൽ സങ്ക്യുഫെറസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആ ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സെബം. എന്താണ് സെബം? ഇത് അറിയാവുന്ന വേർഡ് ആയിരിക്കും അല്ലെ. ഫാറ്റിക് സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻസ്. ഫാറ്റി അല്ലെങ്കിൽ ഒരു ഓയിലി അല്ലെങ്കിൽ വാക്സി ആയിട്ടുള്ള ഒരു സെക്രീഷൻ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻസ്, നമ്മുടെ സ്കിന്നിൽ കാണുന്ന ഗ്ലാൻസ് ആണ് അല്ലെ സെബേഷ്യസ് ഗ്ലാൻസ് അല്ലെ. ഈ സെബേഷ്യസ് ഗ്ലാൻസിന്റെ ഓവർ സെക്രീഷൻ വന്നാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് കൂടുതലായിട്ടും ഗേൾസിന് അല്ലെങ്കിൽ ബോയ്സിനും അറിയാൻ പറ്റും അല്ലെ. എന്താണ് സെബേഷ്യസ് ഗ്ലാൻസ്? ഇപ്പൊ കൂടുതൽ ഓയിലും ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാക്സി സ്കിൻ ഒക്കെ ആണെങ്കിൽ ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിലും കൂടുതലും എന്തുകൊണ്ടാണ്? അത് ഈ സെബേഷ്യസ് ഗ്ലാൻസ് ഈ സെക്രീറ്റ് ചെയ്യുന്നത്, സെബം സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? മുഖക്കുരു അല്ലെങ്കിൽ പിമ്പിൾസ് ഉണ്ടാവും അല്ലെ. കൂടുതലും പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൂടുതലും എന്താണ് കുറെ അധികം ഡേർട്ടും കാര്യങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതാണ് സെബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്തതാണ് സെക്ട്. ഇതായിരിക്കും സെക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വേർഡ്സ് യൂസ് ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ? ഇൻസെക്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കട്ട് എന്നാണ്. ടു കട്ട് എന്നുള്ളൊരു അർത്ഥമാണ്. ടു ഡിവൈഡ് എന്നുള്ളൊരു അർത്ഥമാണ്. അവിടെ ആ ഒരു അർത്ഥം വെച്ച് ഉള്ളൊരു വേർഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെക്ഷൻ അല്ലെ. സെക്ഷൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. എന്തായിരിക്കും സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലൈസ് ഓഫ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സി സെക്ഷൻ. വെരി ഗുഡ്. സി സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നും അതോടെ ഒരു കട്ട് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഒരു മുറിവുണ്ടാക്കിയാണ് നമ്മൾ ആ സി സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ ഒരു റൂട്ട് വേർഡിൽ നിന്നുമാണ് ആ വേർഡ് ഉണ്ടായിരിക്കുന്നത് ഓർക്കാം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന എക്സാമ്പിൾ ഏതാണ് അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോഴാണെങ്കിലും ഇന്നതാണല്ലോ എന്നുള്ളതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. Then sepsis, ഇതും കേട്ട് പരിചയമുള്ള ഒരു ടേം ആയിരിക്കും. സെപ്സിസ് എന്ന് പറഞ്ഞാൽ the presence of microorganisms or their toxins in the blood. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡില് മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ടോക്സിൻസിന്റെ ഒക്കെ പ്രസൻസിനെയാണ് സെപ്സിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി അതായത് ഓൾസോ ദ ടോക്സിക് കണ്ടീഷൻ caused by such presence. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രസൻസ് വന്നാൽ ഇപ്പൊ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് വന്നു അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള സാധനത്തിന്റെ പ്രസൻസ് വന്നാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം? റിയാക്ട് ചെയ്യും അല്ലെ. അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു പ്രസൻസ് വന്നാൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നാൽ അവിടെ ഒരു ഇൻഫെക്ഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് അതിനെതിരായിട്ട്. അത് ഫൈറ്റിംഗ് നടക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരുന്ന സമയത്ത് പല പല ഗുരുതര പ്രശ്നങ്ങളിലേക്കും പോകാം. ആ ഒരു കണ്ടീഷനെയാണ് ശരിക്കും സെപ്സിസ് എന്നൊരു കണ്ടീഷനായിട്ട് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ പല ഓർഗൻസിന്റെയും ഡാമേജ് വരെയും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചേക്കാം. ഓക്കെ, അപ്പൊ സെപ്സിസ് അങ്ങനെ തന്നെയാ പറയുന്നത് കേട്ടോ. സെപ്റ്റിസിമിയ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. സെപ്റ്റിസിമിയ എന്ന് പറഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് സെപ്റ്റ്. സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെപ്റ്റം കേട്ടോ. സെപ്റ്റം ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളതുണ്ട്. ഇവിടെ നമ്മുടെ മീനിങ് എന്ന് പറയുന്നത് വാൾ ഓർ ഡിവൈഡ് ഓൾസോ സെവൻ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്.
അതായത് വാൾ അല്ലെങ്കിൽ ഡിവൈഡർ. സെപ്റ്റം എന്താണ്? ഇന്റർസെപ്റ്റം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ സെപ്റ്റം എന്നുള്ളത് വാൾ എന്നുള്ള അർത്ഥം വരുന്ന നമ്മുടെ നേസൽ ക്യാവിറ്റിയില് ഒരു നേസൽ സെപ്റ്റം ഉണ്ട്. എന്തിനു വേണ്ടി? ആ നേസൽ ക്യാവിറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടോ? ഈ നേസൽ ക്യാവിറ്റി ഒറ്റ ക്യാവിറ്റി ആണോ? നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു ക്യാവിറ്റി ഒരെണ്ണമാണോ? അല്ല, രണ്ട് മൂക്കിന് രണ്ട് ദ്വാരമില്ലേ? ഉണ്ടോ? എന്താണ്? നിങ്ങളുടെയൊക്കെ മൂക്കിന് ഒരു ദ്വാരമുള്ള രണ്ടെണ്ണം ഇല്ലേ? അതിന് ആ ഒരു ക്യാവിറ്റിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അതാണ് നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സെപ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഡിവൈഡ് ചെയ്യുന്നു അല്ലെ? അതിനെയാണ് അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ആ നേസൽ സെപ്റ്റം വെച്ചാണ് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവിടെ അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇതിപ്പോ നേസൽ സെപ്റ്റം അതാണ്ട് നമ്മുടെ നേസൽ ക്യാവിറ്റിയെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സെപ്റ്റമാണ് നേസൽ സെപ്റ്റം, അല്ലെങ്കിൽ ആ ഒരു തിന്നായിട്ടുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ അവിടെ അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തതാണ് സെറം. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബ്ലഡുമായി ബന്ധപ്പെട്ടൊക്കെ സെറം അല്ലെ? ദ ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിങ് ബ്ലഡ്. നമ്മുടെ ബ്ലഡിന്റെ ആ ഒരു ക്ലിയർ പോർഷനെയാണ്, അതായത് ഫ്ലോട്ടിംഗ് ഫാക്ടേഴ്സോ കാര്യങ്ങളോ ഇല്ലാത്ത, അതായത് ശരിക്കും സെറം എന്ന് പറഞ്ഞാൽ പ്ലാസ്മ തന്നെയാണ്. നമ്മുടെ ബ്ലഡിലെ പ്ലാസ്മ ക്ലിയർ ഭാഗമാണ് അല്ലെ? ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുക. അപ്പൊ പ്ലാസ്മ തന്നെയാണ്, പക്ഷെ ഫ്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത ബ്ലഡിന്റെ പ്ലാസ്മ ഭാഗമാണ് സെറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെറം നമ്മൾ ഒത്തിരി ഡയഗ്നോസിസിന് വേണ്ടി ലബോറട്ടറികളിലൊക്കെ പലതരത്തിലുള്ള പരിശോധനകൾക്കായിട്ടൊക്കെ നമ്മൾ കളക്ട് ചെയ്യാറ് കേട്ടോ. ദെൻ അടുത്തതാണ് സൈനസ്. എന്താണ് സൈനസ് എന്നുള്ളൊരു അർത്ഥം വരുന്നത്? പ്രീ പാരാനേസൽ സൈനസിസ് ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടാറുണ്ട് അല്ലെ? ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ്. നമ്മുടെ ബോഡിയിലെ ക്യാവിറ്റിയാ സൈനസൈറ്റിസ് പറയാറുണ്ട് കേട്ടോ. ചാനൽ അല്ലെങ്കിൽ ഹോളോ സ്പേസ് ആണ്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല് പാരാനേസൽ സൈനസിസ് എന്ന് പറയും. പാരാനേസൽ സൈനസിസ് എന്ന് പറഞ്ഞാൽ എയർ ഫിൽഡ് ആയിട്ടുള്ള സാക്കുകളാണ്. അതായത് നമ്മുടെ സ്കള്ളിന്റെ നോസിന്റെ 4 ഭാഗത്തുമായിട്ട്, നോസിന്റെ ചുറ്റുമായിട്ട് ഒരു എയർ ഫിൽഡ് ആയിട്ടുള്ള സ്പേസുകൾ ഉണ്ടാവും നമ്മുടെ ബോൺസിനുള്ളിൽ. അതിനെയാണ് പാരാനേസൽ സൈനസിസ് എന്ന് പറയുന്നത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ഹോളോ സ്പേസ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. അതിനൊക്കെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ? സൈനസ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട് അല്ലെ? ദെൻ അടുത്തത് സോമ. സോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ബോഡി എന്നെ ഒരു മീനിങ് തന്നെ, നമ്മുടെ ഒരു ഓർഗാനിസത്തിന്റെ ആ ഒരു എൻറ്റയർ ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോമ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. എൻറ്റയർ ബോഡി, ഒരു ഓർഗാനിസത്തിന്റെ ആ ഒരു എൻറ്റയർ ബോഡിയെയാണ് സോമ എന്ന് വിളിക്കുന്നത്. ദെൻ സ്പയർ. സ്പയർ എന്ന് പറഞ്ഞാൽ എന്താ? കോയിൽ എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മൾ കുറെ ബാക്ടീരിയാസ് നമ്മൾ പറയാം. എന്താണ് ബാക്ടീരിയ പറയാ? സ്പൈറോമെട്രി പറയാറുണ്ട് അല്ലെ? സ്പൈറോമെട്രി പറയാറില്ലേ? എന്താണ് സ്പൈറോമെട്രി? നമ്മുടെ ലങ് ഫങ്ഷൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഒക്കെയാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ഫ്ലോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്പൈറോമെട്രി എന്ന് ഉപയോഗിക്കുന്നത്. ദെൻ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ശരിക്കും ഒരു കോയിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ആയതുകൊണ്ടാണ് അതിനെ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ദെൻ അടുത്തതാണ് സ്റ്റാസിസ്. സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? slowing or stopping of the normal flow of a fluid such as blood. ബ്ലഡിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഫ്ലൂയിഡിന്റെ ഒക്കെ നോർമൽ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ലോ ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാസിസ് എന്ന് പറയുന്നത്. ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്റ്റാസിസ് നമ്മുടെ ബ്ലഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ള ഒരു കണ്ടീഷൻ ആണ് അല്ലെ? അതായത് ആ ബ്ലഡ് ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ലോ ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഇപ്പൊ ലിംഫാറ്റിക് സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അതവിടെ എന്തിന്റെ ഫ്ലോയെ ആയിരിക്കും? അപ്പൊ അവിടെ സ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ലിംഫിന്റെ ആയിരിക്കും അല്ലെ? ലിംഫ് ഫ്ലൂയിഡ്സിന്റെ സ്റ്റോപ്പേജ് ആയിരിക്കും. അപ്പൊ ലിംഫാറ്റിക് ഫ്ലോ എന്താണ് സ്റ്റാസിസ് നമുക്ക് പറയാം. ദെൻ അടുത്തത് സ്റ്റാച്ചർ. സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് ആണ്. ഇത് അങ്ങനെ തന്നെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സ്റ്റാച്ചർ എന്താണ്? നമ്മുടെ ഹൈറ്റുമായി ബന്ധം മീനിങ് വരുന്നത് ഹൈറ്റ് എന്നുള്ളതാണ്. ദെൻ സ്റ്റേർണം അല്ലെങ്കിൽ സ്റ്റേർണം
എന്നുള്ള വേർഡ് അറിയാലോ, ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിന്റെ ആ ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ട് ലോങ് ബോണിനെയാണ് നമ്മുടെ സ്റ്റേർണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റേർണവുമായിട്ട് എന്തൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ടാവും? കോളർ ബോൺസും അതുപോലെ തന്നെ നമ്മുടെ 7 pairs ഓഫ് റിബ്സും, നമ്മുടെ റിബും കോളർ ബോണും ഒക്കെ ഈ ചെസ്റ്റിന്റെ നടുക്ക് ഭാഗത്തുള്ള ആ ഒരു ലാർജ് ബോണിന് അല്ലെങ്കിൽ സ്റ്റേർണവുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുക. Then stoma. Stoma എന്ന് പറഞ്ഞാല് any tiny opening on the surface of the body. നമ്മുടെ ബോഡിയിൽ ഒരു പോറ് പോലെ ചെറിയൊരു ഓപ്പണിംഗ് ആണ്, ഏതെങ്കിലും സർഫസിന്റെ ഒരു ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റോമ. Also the opening created in the abdominal wall for the passage of urine or feces. നമ്മുടെ യൂറിൻ അല്ലെങ്കിൽ ഫീസസ് ഒക്കെ പാസേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അബ്ഡോമിനൽ ഭാഗത്ത് അല്ലെങ്കിൽ അബ്ഡോമിനൽ വാളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഏരിയയിലുള്ള ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റോമ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു അർത്ഥം അങ്ങനെ തന്നെയാ പറയുന്നത് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് സ്റ്റോമ എന്നുള്ള വേർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അടുത്തതാണ് ടാക്ട്, ടാക്ടൈൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ടച്ച് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഏതെങ്കിലും ഒരു ഡിസീസ് എന്താണ് ടച്ചുമായി ബന്ധപ്പെട്ട സയൻസ് ഓഫ് ഡിസീസ്, ഇപ്പൊ ടാക്ടൈൽ സെൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ഡിസീസ് എന്നുള്ളത് അർത്ഥമാണ്. അതായത് ഫീൽ വിത്ത് ഹാൻഡ്സ്, നമുക്ക് ഹാൻഡ് കൊണ്ട് ഇപ്പൊ ടാക്ടൈൽ സെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട് അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്നത് വഴി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ടാക്ടൈൽ സെൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയും നമ്മള് അടുത്തത് പറഞ്ഞു. റെൻ പറഞ്ഞാൽ റീനൽ അല്ലെങ്കിൽ റിനോ എന്നുള്ളൊരു അർത്ഥമാണ്. ഇത് റിലേറ്റഡ് ടു കിഡ്നിയുമായി ബന്ധപ്പെട്ട വേർഡ്സ് ആണ്. റെറ്റിന് നമ്മുടെ ഐയുമായി ബന്ധപ്പെട്ട വേർഡ്സ് ആണ്. അപ്പൊ റെറ്റിനൽ നെർവ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ കളറിന് അല്ലെങ്കിൽ നമ്മുടെ വിഷനെ സാധ്യമാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഐയുടെ ഭാഗങ്ങളാണ്. സങ്കു എന്ന് പറഞ്ഞാല് സെൻഗ്യുഫെറസ് എന്ന് പറഞ്ഞാല് ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് ബ്ലഡുമായി ബന്ധപ്പെട്ടത്, ബ്ലഡ് വെസൽസ് അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ട ടേമാണ് സങ്കു എന്ന് പറയുന്നത്. സെകം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള സെബേഷ്യസ് ഗ്ലാൻസിന്റെ ഫാറ്റി അല്ലെങ്കിൽ ഓയിലി സെക്രീഷൻസിനെയാണ് സെബം എന്ന് പറയുന്നത്. സെക്ട് എന്ന് പറഞ്ഞാല് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക, അതായത് സി സെക്ഷൻ സിസേറിയൻ സെക്ഷൻ എന്നുള്ളത് അർത്ഥം നോക്കിയാൽ മതി നിങ്ങൾ. സെപ്സിസ് എന്ന് പറഞ്ഞാല് ഒരു സെപ്സിസ് എന്ന് പറഞ്ഞാല് സെപ്റ്റിസീമിയ എന്നുള്ളൊരു വേർഡ് ടേമും കൂടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എല്ലാം അതൊരു മൈക്രോ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിനുള്ളിൽ കയറുമ്പോൾ അതിനെതിരെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പാരൻസിന് നിൽക്കാത്ത അവസ്ഥ വരാം, മറ്റു ഓർഗൻസിനെ വരെയും ഡാമേജ് ഉണ്ടാവുന്ന രീതിയിലുള്ള കണ്ടീഷൻസിലേക്ക് പോവാം. സെപ്റ്റ് എന്നുള്ളത് എന്താണ് അർത്ഥം വരുന്നത്? വാർഡ് അല്ലെങ്കിൽ ഡിവൈഡർ എന്നുള്ളൊരു അർത്ഥമാണ്. ഓൾസോ സെവൻ എന്നുള്ളൊരു അർത്ഥവും കൂടി വരുന്നത്. നമ്മുടെ നീസൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നീസൽ ക്യാവിറ്റിയെ ഡിവൈഡ് ചെയ്യുന്നവയാണ് നീസൽ സെപ്റ്റം എന്ന് പറയുന്നത്. സെറം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ ക്ലിയർ പോർഷനെയാണ് നമ്മൾ സെറം എന്ന് ഉദ്ദേശിക്കുന്നത്. ബ്ലഡിന്റെ ആണെങ്കിൽ ക്ലിയർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള പാർട്ടാണ് പ്ലാസ്മ. അപ്പൊ ഈ സെറം എന്ന് പറഞ്ഞാൽ പ്ലാസ്മ തന്നെയാണ്, പക്ഷെ പ്ലാസ്മയിൽ പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഇല്ലാത്ത പ്ലാസ്മയുടെ ഭാഗത്തെയാണ് സെറം എന്ന് ഉദ്ദേശിക്കുന്നത്. സൈനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനസൈറ്റിസ് സൈനസ് ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. സോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ഓർഗാനിസത്തിന്റെ എൻറ്റയർ ബോഡിയെയാണ് സോമ എന്ന് ഉദ്ദേശിക്കുന്നത്. സ്പൈർ എന്ന് പറഞ്ഞാൽ കോയിൽ എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് സ്പൈറലി ഷേപ്ഡ് ബാക്ടീരിയ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്പൈറോമെട്രി എന്നൊരു ടേം യൂസ് ചെയ്യാറുണ്ട്. സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് such as ബ്ലഡ് പോലെയുള്ള ഫ്ലൂയിഡുകളുടെ നോർമൽ ആയിട്ടുള്ള ഫ്ലോ കുറയുകയോ സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സ്റ്റാസിസ്. ബ്ലഡ് സ്റ്റാസിസ് അല്ലെങ്കിൽ ലിംഫാറ്റിക് സ്റ്റാസിസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ബ്ലഡിന്റെ അല്ലെങ്കിൽ ലിംഫ് ഫ്ലൂയിഡിലേക്ക് ആ ഒരു ഫ്ലോയെ സ്ലോ ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയോ ഒരവസ്ഥയാണ്. സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നുള്ളൊരു അർത്ഥമാണ്. സ്റ്റേർണം എന്ന് പറഞ്ഞാൽ സ്റ്റേർണോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സ്റ്റേർണം അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ബോണിനെയാണ്. സ്റ്റോമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി. നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ അബ്ഡോമിനൽ വാളിൽ ഉണ്ടാവുന്ന നമ്മുടെ യൂറിൻ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫീസസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പണിങ്ങിനെയാണ്. ലാക്ട് എന്ന് പറഞ്ഞാൽ ടാക്ട് എന്ന് പറഞ്ഞാൽ ടാക്ടൈൽ എന്നുള്ളത് അർത്ഥമാണ്. ടാക്ടൈൽ സെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീലിംഗ് ഹാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന അർത്ഥങ്ങൾ. ഓക്കെ, ആ ഒരു പേജിലെ വേഗം ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. 53, 54,
then 57, 53, 54, 57, then 61, 61, 67, 61, 67, 68, 68. Okay. ആ ഒരു ചെറിയ ഭാഗം കൂടി മിസ് വേഗം ഒന്ന് പറയട്ടെ. നെക്സ്റ്റ് ചെറിയൊരു ഭാഗമാണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോമൺ റൂട്ട് വേർഡ്സ് കഴിയും. അടുത്തത് ടെട്ര. ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്നുള്ള അർത്ഥമാണ്. 4 നമ്മൾ പറയാറുണ്ട് അല്ലെ, ടെട്രാപ്ലീജിയ, അല്ലെങ്കിൽ നമ്മൾ 4 എന്നുള്ളത് ടെട്ര നമ്മൾ യൂസ് ചെയ്യാറില്ലേ, എന്താണ് യൂണി, ബൈ, ട്രൈ, ടെട്ര 4 എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദെൻ ഇപ്പൊ ടെട്രാപ്ലീജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ 4, അതായത് 2 ആംസും 2 ലെഗ്സും പാരാലിസിസ് ആവുന്ന ഒരു അവസ്ഥയാണ് ടെട്രാപ്ലീജിയ. അതിപ്പോ 4 എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ദെൻ ടോം എന്ന് പറഞ്ഞാല് കട്ട് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് അപ്പൻഡക്ടമി, നമ്മൾ അപ്പൻഡൈറ്റിസിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാറില്ലേ, അപ്പൊ അവിടെ എന്താ ഒരു കട്ട് ഉണ്ടാക്കുക അല്ലെ, അതെ അപ്പൻഡക്ടമി, ടോം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അനാട്ടമി നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു വേർഡാണ് അനാട്ടമി അല്ലെ. നമ്മളൊരു ബോഡീനെ സെക്ഷൻ എന്ത് ചെയ്യുന്നു, ബോഡിയുടെ സെക്ഷൻ ചെയ്യുന്നതാണ്. അതായത് ഒരു കട്ടുണ്ടാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റഡി നടത്തുന്നത്. അപ്പൊ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ടോക്സിക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പോയിസണസ് എന്നുള്ളൊരു അർത്ഥമാണ് അല്ലെ. ദെൻ ട്രിക് എന്നുള്ളൊരു അർത്ഥം, അതായത് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഹെയർ ആണ്. അതായത് ട്രൈക്കാറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ട്രൈക്കാറ്റിസ് നമ്മുടെ ഹെയറിന്റെ ഫോളിക്കിൾസിലെ അതിന് വരുന്ന ഒരു ഇൻഫെക്ഷനെയാണ് ട്രൈക്കൈറ്റിസ് എന്ന് പറയുന്നത്. ദെൻ എന്ന് പറഞ്ഞാൽ യൂറിൻ. നമ്മുടെ യൂറിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വേർഡിൽ നിന്ന് തന്നെയാണ് യൂറിനുമായി ബന്ധപ്പെട്ട മിക്ക വേർഡ്സും അല്ലെ, ആണോ? യൂറീത്ര. ദെൻ പോളിയൂറിയ, ഓവർ ആയിട്ടുള്ള ഫ്രീക്വന്റ് യൂറിനേഷൻ നമ്മൾ പോളിയൂറിയ എന്നുള്ളൊരു കണ്ടീഷൻ പറയാറുണ്ട്. അപ്പൊ ഇത് യൂറിനുമായി ബന്ധപ്പെട്ട വേർഡാണ്, അല്ലെങ്കിൽ മീനിങ് വരുന്ന വേർഡാണ് UR അല്ലെങ്കിൽ എന്നുള്ളൊരു അർത്ഥം വരുന്നു എന്നുള്ളൊരു കോമൺ വേർഡ് അല്ലെ. യൂറോളജി, ഇതെല്ലാം നമ്മുടെ ഈ ഒരു വേർഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ദെൻ വേരിക് എന്ന് പറഞ്ഞാൽ വേരിക്കോസ് വെയിൻ. വേരിക്കോസ് വെയിൻ എന്നുള്ള ഒരു അർത്ഥമാണ് വാരിക് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് കേട്ടോ. കോമൺ റൂട്ട് വേർഡിൽ നിന്നാണ് വേരിക്കോസ് വെയിൻ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റ് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയാം. ദെൻ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ എ ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് one's own body or the surroundings are seen as moving. അതായത് ഇപ്പൊ പെരിഫറൽ വെർട്ടിഗോ എന്നുള്ളൊരു കാരണം, അതായത് ഒരു പ്രോബ്ലം ആണ്. ഇത് നമ്മുടെ ഇന്നർ ഇയറിന്റെ ബാലൻസ് നഷ്ടപ്പെടുമ്പോ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വെയർ ചെയ്തത് നമ്മൾ മൂവ് ചെയ്ത് പോകുന്നത് പോലെ തോന്നാറുണ്ട്. ഇപ്പൊ നമ്മൾ ചിലവര് പറയാറുണ്ട് നമുക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഇയർ ബാലൻസ് എന്ന് പറയില്ലേ, നമ്മള് പറയാറില്ലേ കോമൺ ആയിട്ട്. അതാണ് വെർട്ടിഗോ എന്നുള്ളൊരു മീനിങ്. അതായത് നമുക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ തലകറങ്ങണ പോലെ തോന്നാം, ചിലപ്പോൾ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് വെച്ചാൽ നമ്മൾ സ്ഥലത്ത് നിൽക്കുമായിരുന്നു പക്ഷെ മൂവ് ചെയ്ത് പോകുന്നത് പോലെ ഫീൽ ചെയ്യാം. അതാണ് കേട്ടോ സെൻട്രൽ വെർട്ടിഗോ ഉണ്ട്, പെരിഫറൽ വെർട്ടിഗോ എന്നുള്ള രീതിയിലുള്ള. അതായത് ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ് സെൻട്രൽ വെർട്ടിഗോ പ്രോബ്ലംസ്, നമ്മുടെ ഇയറുമായി ബന്ധപ്പെട്ടതാണ് പെരിഫറൽ വെർട്ടിഗോ പ്രോബ്ലംസ്. അതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥയാണ്. ദെൻ വിസർ എന്ന് പറഞ്ഞാൽ വിസറ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം നമ്മൾ വിളിക്കുന്നത് വിസർ. ഇപ്പൊ നമ്മുടെ സ്റ്റൊമക്ക് ആയിക്കോട്ടെ, ഇൻറ്റസ്റ്റൈൻ ആയിക്കോട്ടെ, അങ്ങനെ ലിവർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും വിളിക്കുന്നതാണ് വിസറൽ ഓർഗൻസ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വിസറൽ ഓർഗൻസ് പറയാറുണ്ട്. ദെൻ വിസ്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി എന്നുള്ള, അതായത് വിസ്കസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ്, ഹൈ വിസ്കോസിറ്റി ഉള്ള ബ്ലഡ്, മ്യൂക്കസ് മുതലായിട്ടുള്ള അങ്ങനെയുള്ള സ്റ്റിക്കി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ട് കുറച്ച് കട്ടിയുള്ള ഭാഗത്തെയാണ് വിസ്കസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ മെറ്റീരിയൽ ആണ്. നമ്മുടെ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഓർഗൻസ് മറ്റൊരു സ്പീഷീസിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതാണ് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളത്. നമ്മുടെ സെയിം സ്പീഷീസിൽ നിന്നല്ല മറ്റൊരു സ്പീഷീസിൽ നിന്നും എടുത്തു മാറ്റുന്നതിനാണ് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ സെർ എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നാണ് അർത്ഥം. അതായത് സെറോസിസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടേമില് ഡ്രൈ സ്കിൻ എന്നാണ് പറയുന്നത്. സെറോസിസ് ഡ്രൈ സ്കിൻ എന്നുള്ള ഒരു അർത്ഥമാണ് മെഡിക്കൽ ടേം ആണ് സെറോസിസ്. ദെൻ സെറോഡെർമ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ, നോർമലി ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകളുടെ കണ്ടീഷനാണ്. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 71 71, ദെൻ 75 വെർട്ടിഗോ 75, ദെൻ അടുത്തതാണ് 76 വിസറ. ഓക്കെ, ഇത് 3 ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.